സ്വാഗതം പ്രഭാത ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്നത്തെ ഡിവൈൻ മെസ്സേജാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഏത് ഏഞ്ചലാണ് താങ്കൾക്ക് സന്ദേശം നൽകുന്നത്, അല്ലെങ്കിൽ ഏത് ആൻസസ്റ്ററാണ്, അല്ലെങ്കിൽ ഏത് ആനിമൽ സ്പിരിറ്റാണ് തരുന്നത്, ഇന്നത്തെ ഗൈഡൻസ് എന്താണ് എന്നാണ് ഈ കാർഡ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് എന്ത് ശക്തിയെക്കുറിച്ചാണ് താങ്കൾ ഓർക്കേണ്ടത്, ഇന്ന് എന്ത് അവസരത്തെക്കുറിച്ചാണ് താങ്കൾ അറിയേണ്ടത് എന്നുള്ള 3 കാർഡുകൾ നമുക്ക് നോക്കാം. ആരാണ് ഇന്ന് താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കിയപ്പോൾ ലേഡി എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത്. എൻജോയ് ഗ്രോത്ത് ആൻഡ് റീപ്പ് റിവാർഡ്സ് എന്നുള്ളതാണ്. നേച്ചർ എന്ന് പറയുന്ന കാർഡ് തന്നെയാണ്. അതായത് കാർഡിൽ തരുന്ന സന്ദേശം എന്ന് പറയുന്നത് വളർച്ച, അതായത് എൻജോയ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അത് വളർച്ച എന്ന് പറയുന്നത് എൻജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, സന്തോഷിക്കുക. അതേപോലെ റീപ്പ് റിവാർഡ്സ്, റീപ്പ് എന്ന് പറഞ്ഞാൽ കൊയ്യുക എന്നുള്ളതാണ്, റിവാർഡ്സ് കൊയ്യുക. അപ്പോൾ ഇവിടെ നമുക്കിത് കാണാം, ഫലഭൂയിഷ്ടമായിട്ട് ആപ്പിളാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഏഞ്ചൽ നേച്ചറാണ്, വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ്. എന്ത് ഗൈഡൻസ് ആണെന്ന് അവർക്ക് തരാനുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എയ്സ് ഓഫ് വോൺസ് എന്നുള്ളതാണ്. എയ്സ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ മാനിഫെസ്റ്റേഷൻ്റെ ജേണി തുടങ്ങേണ്ട സമയമായി, അഭിനിവേശത്തിൻ്റെ തുടങ്ങേണ്ട സമയമായി. അത് ഫോളോ ചെയ്യണം. അതിന് ഡിവൈനിൽ നിന്ന് താങ്കൾക്ക് അടുത്ത് തന്നെ ഒരു ഇത് കിട്ടും, ഒരു എന്താ പറയുക, മെസ്സേജ്. അത് ഫോളോ ചെയ്യുക. ഈ കൈ പിടിച്ച് മുന്നോട്ട് പോകാനാണ് ആദ്യത്തേത് പറയുന്നത്. എന്ത് ശക്തിയെക്കുറിച്ചാണ് താങ്കൾ ഇന്ന് അറിയേണ്ടതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഹീറോഫൻ്റ് എന്ന് പറയുന്ന ശക്തിയാണ്. ഹീറോഫൻ്റ് എന്ന് പറയുന്ന പാരമ്പര്യം എന്ന് പറയുന്ന ശക്തിയാണ്. അതായത് താങ്കൾ പാരമ്പര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് തന്നെയാണ് താങ്കളുടെ അടിത്തറ. അപ്പോൾ ഈ പാരമ്പര്യമാകുന്ന ഈ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പുതിയതിൽ തുടങ്ങുക എന്നാണ് പറയുന്നത്. എന്ത് അവസരമാണ് വരുന്നത് ഞാൻ ചോദിച്ചു. അപ്പോൾ നമുക്ക് 3 ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഇതാണ് വന്നിട്ടുള്ളത്. 3 ഓഫ് സോർട്സ് ഒരു അവസരമായിട്ട് വരികയാണെങ്കിൽ താങ്കളെ വേദനിച്ച സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരാനുള്ള ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇതിൽ നിന്ന് നമ്മൾ ട്രഡീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ യാത്ര തുടങ്ങുന്നു. അതിനെ താങ്കളെ ബ്ലെസ് ചെയ്യാനായി, താങ്കളുടെ വളർച്ചയെ ഇതാക്കാനും അതേപോലെ തന്നെ വിജയം കൊയ്യാനുമായിട്ട് ഇന്ന് ഈ ഏഞ്ചലിൻ്റെ സപ്പോർട്ട് കൊണ്ട്. അപ്പോൾ അടുത്ത് തന്നെ കാത്തിരിക്കുക, പുതിയ ഇത് വരും. ഇതാണിത്. ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണണം. താങ്ക് യു വെരി മച്ച്.